2 കൊരിന്തോസ് 4:10 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ശരീരത്തിൽ മരണം സംവഹിക്കുന്നതാണ് ഉയർപ്പ് വിശ്വസിക്കുന്നതിൻ്റെ ആദ്യ പടി. അപ്പം ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് രോഗമില്ല, എനിക്ക് തകർച്ചയില്ല, പരാജയമില്ല എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ മുദ്ര നിൻ്റെ ജീവിതത്തിലില്ല. ദാറ്റ് മീൻസ് നീ യേശു വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പോലും കർത്താവ് പറയും അത് വിശ്വാസയോഗ്യമല്ല. കാരണം അതിൻ്റെ പ്രോസസ്സ്, നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഉടനെ കർത്താവ് പറയും ആ 9ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണാത്തതെന്ന് പറയും. അയ്യോ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ആ 8ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അയ്യോ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. പിന്നെ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുമില്ല. പിന്നെ എന്തെങ്കിലും 10ാം ക്ലാസ് പാസ്സാക്കണത്. അപ്പോൾ വല്ലയിടത്തും കള്ള സെറ്റ് വരും. ഇപ്പോൾ ചില ആൾക്കാർ പറയത്തില്ലേ യൂണിവേഴ്സിറ്റി ഓഫ്, നമ്മുടെ കേരളത്തിലത്തെ പേരൊക്കെ ഉണ്ടല്ലോ. പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ അറബിനെ പറ്റിച്ചിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റിക്കാർ ഈ ചങ്ങനാശ്ശേരി മുക്കിലിപ്പുണ്ടായിരുന്നു. അവരെന്ത് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുവരും. ആ കൊമ്പരാടിയുടെ അത് വെറുതെ കളിയാക്കി പറഞ്ഞാണതേ. പക്ഷെ ഇതുപോലെ നിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കണമെന്ന് പറയണത് ഇതുപോലെയുള്ള ഫ്ലോപ്പ് വിശ്വാസമാണ്. അപ്പം കർത്താവ് ചോദിക്കും അവൻ്റെ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ മരണത്തിൻ്റെ മുദ്ര പേറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ ക്ലേശങ്ങൾ നിലനിന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ നീ വിശ്വസിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. എൻ്റെ ദൈവത്തെ നമ്മുടെ ഓരോ സഹനവും വിശ്വാസിക്കുന്ന നേട്ടമാണ്. ക്രിസ്തു തന്നെ നിനക്ക് നേട്ടമാണ്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില മാനസിക മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തികൾക്ക് ഒത്തിരി മാനസിക മാറ്റങ്ങൾ, കുറേയധികം കാര്യങ്ങൾ അവിടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്, അവരറിയുന്നില്ല. പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വ്യക്തികൾക്ക് സംഭവിക്കുന്നത് പെട്ടെന്ന് അവരുടെ ധൈര്യം കൂടും. അതെപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു സത്യമാണ്. ആൾക്കാർക്ക് ഇപ്പം മനുഷ്യന് ഭയമുണ്ടല്ലോ അല്ലേ? പല കാര്യങ്ങൾക്കും ഭയം. കടങ്ങളെക്കുറിച്ച് ഭയങ്ങളുണ്ടാവും, പരീക്ഷയെക്കുറിച്ച് ഭയമുണ്ടാവും, ഇൻ്റർവ്യൂവിനെക്കുറിച്ച് ഭയമുണ്ടാവും. ഇനി വസ്തു വിൽപ്പന സ്ഥലം അളക്കാൻ ചെല്ലുമ്പോൾ അവിടെ വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് ഭയമുണ്ടാകും. മൊത്തം ഭയമാണ് ശരിക്കും. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഏറ്റവും വലിയ അഥവാ ദൈവാനുഭവത്തെ നമുക്ക് അനുഭവേദ്യമാകാതെ ഇരിക്കാൻ കാരണം ഒന്ന് ഈ ഭയമാണ്. ഇനി ഉടമ്പടി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് അറിയണം. ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയത്തിന് പകരം റീപ്ലേസ്മെൻറ്റ് നടത്തിക്കുകയാണ് ദൈവം. ഭയത്തെ റീപ്ലേസ്മെൻറ്റ് ചെയ്യും. നമ്മൾ സാധാരണ ഈ അനുഗ്രഹം പോലെയല്ല ഉടമ്പടിയുടെ ഒരു രീതി. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന അതായത് പ്രത്യേകിച്ച് വികാരങ്ങളിലെ അതിൻ്റെ മേലെല്ലാം ഭയങ്കര വിജയം വരും. പക്ഷേ വ്യക്തിക്ക് അത് സംഭവിച്ച് കാണും. പക്ഷേ വ്യക്തി അത് അറിയാതെ നടക്കുന്ന കാരണം അനുഭവിക്കാൻ പറ്റാത്ത ഒരു ട്രാജഡി ഉണ്ട്. വ്യക്തിക്കത് സംഭവിച്ച് കാണാം. കാര്യം അവൻ്റെ ഭയത്തെ മാറ്റി പകരം ധൈര്യം കൊടുത്ത് കാണും. പക്ഷേ വ്യക്തി അങ്ങനെ എനിക്ക് ധൈര്യം ലഭിച്ചു എന്ന് അറിയാത്തത് കാരണം അനുഭവിക്കാതെ നടക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും ഈ വിഷയത്തിൽ നിരീക്ഷണം വേണമെന്ന് പറയണത്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ ഉടമ്പടി ശ്രദ്ധയോടെ എടുക്കണം. അതിൻ്റെ ഓരോ പാർട്ടുകളും ശ്രദ്ധയോടെ. കാര്യം നമ്മൾ ഒരു ബെറീത്തിലേക്ക് വരികയാണ് ദൈവവുമായിട്ട്. ഉടമ്പടിക്ക് ബൈബിളിലെ ഭൂമിയിലെ ഭൗതിക സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന എഗ്രിമെൻറ്റിനാണ് ബൈബിൾ ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവമാണ് ഒരു കക്ഷി മനുഷ്യരായ നമ്മളാണ്. ഭൂമിയിലെ സാഹചര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന കരാറിനാണ് ബൈബിള് കവനൻ്റ് അഥവാ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് കക്ഷികളും മനുഷ്യരല്ല.
ഒരു കക്ഷി ദൈവമാണ്, ഒരു കക്ഷിയാണ് നമ്മൾ. സാധാരണ കരാറിൽ 2 കക്ഷികളും മനുഷ്യന്മാരായിരിക്കും. സ്വർഗവുമായിട്ട് അതിന് കണക്ഷനില്ല, ഭൂമിയിലെ കാര്യങ്ങളേ ഉള്ളൂ. അതാണ് കരാറെന്ന് പറയുന്നത്. മറ്റത് ഭൂമിയിലെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന ദൈവിക നടപടിക്രമത്തിനാണ് നമ്മളെ ബൈബിള് കവനൻ്റ് എന്ന് പറയുന്നത്. കവനൻ്റ് അതാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന വിഷയം, അതാണ്. പിന്നെ ഇതിന് കൃപാസനം കവനൻറ്റിനെ നമ്മൾ മരിയൻ കവനൻ്റ് എന്നാണ് പറയണത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ ഈശോയെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, ദൈവകൃപ നമ്മുടെ കുടുംബങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അമ്മയ്ക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ഉൾക്കാഴ്ചയാണ് എന്താണ് അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യുക, അതായത് ദൈവത്തിൻ്റെ വചനം പോലെ ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പോലെ ചെയ്തോളാം എന്നാണ് നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം പോലെ ജീവിച്ചോളാം എന്നാണ്. അത് നമ്മളൊരു പുതുക്കത്തിലാണ്. ഒരു ഉടമ്പടി എടുക്കുമ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. ദൈവതിരുസന്നിധിയെ ചെയ്തോളാവുന്നു. പുതുക്കുമ്പോൾ നിങ്ങൾ വേറെ 6 കാര്യങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്, അത് തന്നെ ഏറ്റെടുക്കരുത്. മനസ്സിലായില്ല? പുതുക്കുമ്പോൾ നിങ്ങൾ വേറെ 6, ഇപ്പോൾ നിങ്ങളുടെ കുറച്ച് ദൈവവചനം അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ദുശ്ശീലങ്ങളെ ഒഴിവാക്കുക. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ശിവൻകുട്ടി എന്നും പറഞ്ഞ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പച്ചക്ക് പറഞ്ഞത് ഞാൻ ഈഴവനാണെന്നും പറഞ്ഞാൽ തുടങ്ങണത്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മളങ്ങനെയുള്ള ഒരു സംജ്ഞകളൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. ഇവിടെ മനുഷ്യൻ എന്ന് മാത്രമല്ല, വിശ്വാസി എന്ന് മാത്രമേ ഇവിടെ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ പുള്ളിയുടെ ആ ഒരു തീഷ്ണത കൊണ്ട് പറഞ്ഞതാണ്. അതായത് എനിക്ക് 10-40 വർഷമായിട്ട് ഞാനിങ്ങനെ കുടിക്കുകയും അതിനേക്കാളുപരി ഇങ്ങനെ പുകവലി 40 വർഷമായിട്ട് മാറ്റാൻ പറ്റാത്ത പുകവലിയിലാണ്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഭയങ്കര ഞാൻ അവശനായി തരികയാണ്. അപ്പോൾ എന്താണൊരു വഴി ഇങ്ങനെ പുകവലി മാറ്റാനെന്ന് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണില്ല. പല മനുഷ്യന്മാർ പറഞ്ഞിട്ടുള്ള പല വഴികളും ഞാൻ ചെയ്തെങ്കിലും ഇപ്പോഴും ഞാൻ ശരിക്കും ഒരു ചെയിൻ സ്മോക്കറാണ്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് കുറേ തടസ്സങ്ങളുണ്ട്. കാരണം ഞാൻ ഡൽഹിയിലാണ്. ആലപ്പുഴ വരണം, ഉടമ്പടി എടുക്കാൻ പറ്റുമോ, എപ്പോൾ വരാൻ പറ്റും എന്നൊക്കെ എല്ലാം സാഹചര്യങ്ങൾ പുള്ളി ക്രമീകരിച്ച ശേഷം പുള്ളി അവസാനം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇത്രാം തീയതി ഞാൻ അമ്മയെടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം നാട്ടുകാരനായിരുന്നു. ഡൽഹി നമ്മുടെ ഇടുക്കി താമസിച്ച ആൾക്കാർ ഇപ്പോൾ അവിടെ പോയി താമസിക്കുന്നതുകൊണ്ടാണ്. അപ്പോഴേ എടുക്കുമെന്ന് പറഞ്ഞ് പുള്ളി കുളിക്കാൻ കയറി. അന്ന് വരാൻ ഉദ്ദേശിക്കണില്ല, അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും വരാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. കുളിക്കാൻ കയറിയോടുകൂടി ഷവർ ഓൺ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് കറണ്ട് അടിച്ചതുപോലെ പുള്ളിയുടെ ഉള്ളിലേക്ക് ഒരു ശക്തി കടന്നുപോയി. അതാണ് അദ്ദേഹം പറയണത്. പിന്നീട് ഞാൻ ഇന്ന് വരെ വലിച്ചിട്ടില്ലെന്നാണ്. വലിച്ചില്ല. കാര്യം എന്താ, ഉടമ്പടി എന്ന് പറയണത് ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മനസ്സും തമ്മിൽ നടക്കുന്ന ഒരു വ്യാപാരമാണ്. അതിൻ്റെ ഒരു ബാഹ്യമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ വന്ന് അനുഷ്ഠിക്കണത്. പക്ഷേ ബേസിക്കായിട്ട് എന്താണിത്? ദൈവം, നീ ഡൽഹിയിലുണ്ടായാലും ശരി, അമേരിക്കയിലുണ്ടായാലും ശരി, വൺസ് നീ കർത്താവുമായിട്ട് ഉടമ്പടി വെക്കാമെന്ന് ഉള്ളിൽ തീരുമാനിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ തന്നെ തീരുമാനമായി. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണല്ലോ ഈ അനുഗ്രഹങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കറസ്പോണ്ടിങ് പ്രോമിസ്, ആ വിഷയത്തെക്കുറിച്ചുള്ള അനുഗ്രഹം വിടുതലാണ്, ഐശ്വര്യം എന്ന് പറയും. ഇപ്പോൾ ഐശ്വര്യമാണ്. ഇപ്പോൾ ഉടമ്പടി ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു SI അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കൂടി എന്നെ കാണാൻ അവർ ഉടമ്പടി നീല ഉടമ്പടിക്കാരാണ്. നീല ഉടമ്പടി എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് അവർ ഉടമ്പടി നിൽക്കുന്നവരാണ്. അത് ആ വൈഫിന് ക്യാൻസറാണ്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് അവർക്ക് ക്യാൻസറായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, SIനെ ഓർക്കുന്നുണ്ട്. അത് എപ്പോഴും ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ലീവ് എടുത്ത് വരണത് കൊണ്ടാണ് ഞാൻ അവരെ ഓർത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വൈഫ് വളരെ മിടുക്കിയായിട്ട് നല്ല ശരീരമൊക്കെ, അവരുടെ ക്യാൻസറിൻ്റെയൊക്കെ ഒരു ബോഡി അറിയാമല്ലോ, അതെല്ലാം മാറി അവർ മിടുക്കിയായിട്ടിരിക്കണേ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ വൈഫ് മിടുക്കിയായിരിക്കണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം തന്നാണ് വെച്ചാന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയും ആ ബോഡിയിൽ ക്യാൻസർ വന്ന് എല്ലാം ഒക്കെ ഇങ്ങനെ കീമോ ഒക്കെ ചെയ്തായിരുന്നു ആദ്യകാലങ്ങളിൽ. അങ്ങനെ എല്ലാം പോയതാണ്. പക്ഷേ എങ്കിലും അതുകൊണ്ട് ശരിയായില്ല. പക്ഷേ അവർ ഉടമ്പടിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ
വിശ്വസ്തയോടെ നിൽക്കുകയാണ്. ഇപ്പം എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഒരു ദൈവാനുഗ്രഹവും മെഡിക്കൽ സയൻസ് അനുഗ്രഹവും ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഒരു കാര്യം മെഡിക്കൽ സയൻസിൻ്റെ അനുഗ്രഹം നിനക്ക് ചിലപ്പോൾ നമുക്ക് ദൈവമാണല്ലോ മെഡിക്കൽ സയൻസ് ഉണ്ടാക്കിയത്, അല്ലാതെ ആരും ഉണ്ടാക്കിയതില്ലല്ലോ. ദൈവം ഉണ്ടാക്കിയതാണ് മെഡിക്കൽ സയൻസ്. ഡോക്ടർമാരെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണെന്ന് പ്രഭാഷകൻ അടിവരായിട്ട് പറയുന്നുണ്ട്. വൈദ്യനെ മാനിക്കണം, കാര്യം അവനെ ഞാനാണ് വെച്ചിരിക്കണതെന്ന് പ്രഭാഷകം 38 പറയുന്നുണ്ട്. എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വേറെ ഒരു വിഷയമാണ്. നമ്മൾ മരുന്ന് കഴിച്ചാലും രോഗം സുഖപ്പെട്ടാലും റീഇൻസ്റ്റേറ്റ് ചെയ്യുക, ആ പ്രോസ്പെരിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്യുക, ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവിക നടപടിയാണ്. അത് ഇവിടെ ഇത് മാത്രമല്ല, ഞാൻ അതിൻ്റെ അനുഗ്രഹം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനം കൂടിയാണ്. സ്തുതിച്ച മക്കളെ, സ്തുതിക്കട്ടെ യേശു സ്വസ്ഥം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെയാണ് കേൾക്കണമെന്ന് തെറ്റിദ്ധരിക്കരുതേ. നമ്മൾ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും കേൾക്കുന്നത് ആരെയാണ്? ഈ ദൈവത്തെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത് ദൈവത്തെ കേൾക്കുമ്പോൾ എന്ത് വേണം? ഭക്തി വേണം. ഭക്തിപൂർവ്വമാണ് വചനങ്ങൾ കേൾക്കുന്നത്. സാധാരണ നാട്ടുകാരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് ഭക്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. ഒന്ന് പറഞ്ഞേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ അങ്ങ് സംസാരിക്കുമ്പോൾ ഭക്തിയോടെ കേൾക്കുവാൻ എന്നിൽ ഭക്തി എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കണമേ. ഇതിനകത്ത് വരുന്നത് അതായത് ദിനവൃത്താന്ത പുസ്തകം, ബൈബിളിലെ ദൈവ ഇടപെടലും നടപടിക്രമങ്ങളെ ഇങ്ങനെ ക്രോണിക്കിളായിട്ട് എഴുതി വെക്കുന്നതാണ് ദിനവൃത്താന്ത പുസ്തകം. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ ഞാൻ എഴുതി വെക്കും. അതിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ അതുപോലെ എഴുതി വെക്കും. ഇങ്ങനെയുള്ള എഴുതി വെക്കുന്നതിനാണ് ഓരോ കാലത്ത് സംഭവിക്കുന്ന ഓരോ സമയങ്ങൾ എല്ലാം എഴുതി വെക്കും. അതിനാണ് ക്രോണിക്കിൾ എന്ന് പറഞ്ഞത്. ബൈബിളിലും അങ്ങനെ ഉണ്ട്, ക്രോണിക്കിൾ, ദിനവൃത്താന്ത പുസ്തകം. അതിൽ ഒന്നാമത്തെ ദിനവൃത്താന്തത്തിൻ്റെ 2 പുസ്തകമുണ്ട് ബൈബിളിൽ. അതിൽ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം എന്താ പറയണത്? 1 ദിനവൃത്താന്തം 22:13. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതായത് ഐശ്വര്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു നടപടിക്രമം നമ്മളെന്താ, ഉടമ്പടിയുള്ള വിഷയം എന്താ? അവൻ പറയണത് പോലെ ചെയ്തോളാവുന്നതാണ്. അതാണ് പറയണത്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. നമ്മൾ ചെയ്യുന്ന ഉടമ്പടി എന്താണ്? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തോളാം. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കണത്? ഐശ്വര്യം പുനഃസ്ഥാപിക്കുക. ഐശ്വര്യം വേറൊരു വിഷയമാണ്. ഇപ്പം ജോലിയുണ്ട്, ഐശ്വര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങളെ ഇപ്പോൾ ഒരു ചെറുക്കനെ ഒരു കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു, കല്യാണം കഴിക്കാം, പക്ഷേ ഐശ്വര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് വേറൊരു സബ്ജക്റ്റാണത്. അത് ഭയങ്കര സീരിയസ് ആണ്. അതായത് അനുഗ്രഹത്തിന് അഭിഷേകം പോലെയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണത്. ദൈവം ഐശ്വര്യം എന്നേ പറയത്തുള്ളൂ. ഐശ്വര്യം എന്ന് പറയുമ്പോൾ അനുഗ്രഹം മാത്രമല്ല, പിന്നെന്താണ്? അത് സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള യോഗ്യത കൂടിയുണ്ട്. അതാണ് ഐശ്വര്യം എന്ന് ചേർക്കണത്. നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യമാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? അത് ദൈവത്തിനറിയാം. മനുഷ്യന് വേണ്ടത് എന്താണ്? അനുഗ്രഹം അല്ല. അനുഗ്രഹം കിട്ടിയാലും അത് സന്തോഷത്തോടെ അനുഭവിക്കണ്ടേ? സന്തോഷത്തോടെ അനുഭവിക്കണം. അപ്പം അതിനാണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി. അതിൻ്റെ അകത്ത് ആകുലതകൾ, ആവശ്യമില്ലാത്ത ദൈവം അനുവദിക്കാത്ത ആകുലതകൾ, അനുവദിക്കുന്ന ആകുലതകൾ നമുക്ക് കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നന്മയ്ക്കായിട്ട് മാറും. ദൈവം അനുവദിക്കാത്ത ആകുലത ലോകത്തിൻ്റെ അരൂപി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് ബ്ലോക്ക് ചെയ്യണം നമ്മൾ. അതാണ് പ്രശ്നം. ദൈവം അനുവദിക്കാത്ത ഐശ്വര്യത്തിന് വേണ്ട ഒരു കാര്യം നടപടിക്രമത്തിൽ ഒന്നെന്താണെന്നറിയാമോ? ദൈവം അനുവദിക്കാത്ത ആകുലതകളെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യണം. കർത്താവിൻ്റെ കൃപ കൊണ്ടത് ബ്ലോക്ക് ചെയ്യണം, ദൈവം അനുവദിക്കാത്ത ആകുലതകൾ. ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്, ജോലിയുണ്ട്. ഇപ്പോൾ ആ ശിവൻകുട്ടിയുടെ പ്രശ്നം എന്താണ്? അങ്ങർക്ക് മര്യാദക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുമുള്ള ആളാണ്. പിന്നെ എന്താ പറ്റിയിരിക്കുന്നത്? പുകവലി കാരണം അങ്ങർക്ക് തന്നെ മനസ്സിലായി അങ്ങയുടെ ജീവിതം അങ്ങർക്ക് തന്നെ ഒരു ബാധ്യതയാണ്, ഐശ്വര്യമില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇവിടെ വരുമ്പോൾ എന്ത് സന്തോഷത്തോടെയാണ് വരണത്? ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയുകയാണ്. ഉടനെ സാക്ഷ്യം നേരത്തെ കിട്ടി. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി അദ്ദേഹം എടുക്കാൻ വരികയാണ്. ഇപ്പോൾ
ചിലർ വിചാരിക്കുവേ, ഓ ഞാൻ മദ്യപാന എൻ്റെ പുകവലി അവസാനിപ്പിക്കാനാണല്ലോ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. ആലപ്പുഴ പോകാതെ തന്നെ ഡൽഹി വെച്ച് തന്നെ ബാത്റൂമിൽ വെച്ച് മാതാവിനെ ഹെൽപ്പ് ചെയ്തു, ഇനി പോകണ്ട, പിന്നെ പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് തട്ടാമുട്ടിയും തരികടയും പറഞ്ഞ് പുള്ളി ഡൽഹി തങ്ങിയില്ല. അവിടെയാണ് പ്രോബ്ലം. അത് പ്രോബ്ലമാണ്. എന്താ കാര്യം? ദൈവം ആ മനുഷ്യനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനെ അനുഗ്രഹിക്കാൻ കാരണം എന്താണ്? ദൈവത്തിന് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. എന്താ കാര്യം? അദ്ദേഹം മുൻകൂർ അനുഗ്രഹിച്ചാലും ഇവിടെ വന്ന് ഉടമ്പടി അദ്ദേഹം എടുക്കുമെന്ന് ഈ ശിവൻകുട്ടിയിലെ കർത്താവ് അങ്ങ് വിശ്വസിക്കുന്നു. അതാണ് വിഷയം. അപ്പോഴാണ് ഒരു പ്രോബ്ലം വരണത്. കാര്യം ദൈവത്തോട് ഇടപെടുമ്പോൾ പൊട്ടങ്കളിയുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഓ ഇനി കിട്ടാനുള്ള കിട്ടിയല്ല, ഇനിയിപ്പോൾ പിന്നെ ആട്ടെ എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ചേച്ചി, അതായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അതിന് എപ്പിലെപ്സി, അവൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞില്ല, എൻ്റെ അനിയത്തിയോട് മാറ്റി നിർത്തി പറഞ്ഞു, കൊച്ചിനെ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കൊച്ചിനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് കുഞ്ഞിനെ കിട്ടിയാൽ മതിയാകത്തുള്ളൂ, കുഞ്ഞിനെ കിട്ടാതെ ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല, എപ്പിലെപ്സിയാണ്, കൊച്ചിന് ശ്വാസം കിട്ടണില്ല, കുറേ ഡാമേജൊക്കെ ആയിപ്പോയി. അപ്പോൾ കൊച്ചിന് ബോധമില്ലാത്തപ്പോൾ ഇവർ തന്നെത്തായിരുന്നു പറയണം. അവർ ഉടമ്പടി ഓൺലൈൻ എടുത്ത് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാമെന്ന് നേർന്നിട്ട് ഇവർ ഒറ്റക്ക് പറയുകയാണ്, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ഈ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറയും. കാര്യം ഡോക്ടറിൻ്റെ വാക്കല്ല, ഞാൻ വിശ്വസിക്കണത് നിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കണത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ബോധമില്ലാതെ ഒരു 3 ദിവസം ബോധമില്ലാതെ കിടന്ന്. പക്ഷേ ഇവരവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച കുഞ്ഞ് ബോധം വെച്ച് അത് ജീവനിലേക്ക് വന്നിട്ട് അവരിവിടെ വന്ന് സാക്ഷ്യം വരുമ്പോൾ അവർ പറയണത്, അമ്മ ഒരു ദിവസം താമസിച്ചു പോയെന്ന്. ഞാൻ ഒരു ദിവസം അറിയാതെ പ്രത്യേക ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ താമസിച്ചു പോയി. അപ്പം തന്നെ വരാമെന്ന് പറഞ്ഞത്. എൻ്റെ അമ്മ ഈ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നാൽ ഞാൻ ഈ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ അമ്മയെടുത്ത് സാക്ഷ്യം പറയാൻ. പക്ഷേ ഒരു ദിവസം താമസിച്ചു പോയി. പക്ഷേ എന്നാലും ആ ആത്മാർത്ഥത നിലനിൽക്കുന്നുണ്ട് അവിടെ. ഇതെച്ചാൽ ദൈവവുമായിട്ടൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആൾക്കാർ ഈ നിങ്ങൾ സംസാരിക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാകും. അതായത് ഇപ്പം ഇങ്ങനെ പൊട്ടക്കണ്ണൻ്റെ മാവട്ട് എറിഞ്ഞിട്ട് ഒക്കട്ടെ കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു കാലം മാറിപ്പോയി. ആൾക്കാർ ഡയറക്റ്റ് ദൈവമായിട്ട് സംസാരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളും പേര് വിളിച്ച് അമ്മയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. നേരെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുക. അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തോട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉടമ്പടി വളരെ ശക്തമായ രീതിയിൽ നമുക്കത് അനുഭവവേദ്യമാകുന്നുണ്ട് ആൾക്കാർക്ക്. ഒരു വ്യക്തി എന്ന നിലയിൽ അതായത് കാര്യം കർത്താവ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം നീ പ്രാർത്ഥിക്കുന്ന മുമ്പേ 65-ാമത്തെ വചനത്തിലെ 65 ഐസയ സ്തുതിച്ച മക്കളെ യേശുവേ സ്തോത്രം ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശയ്യ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു അവസ്ഥ. എന്താണ്? യെശയ്യ 65:24 ഒന്ന് ഏറ്റു പറഞ്ഞ, വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും. അടുത്ത വചനം എന്താ? പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. അതാണ് സിറ്റുവേഷൻ. ദൈവത്തിൻ്റെ ഒരു രീതി അതാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ എവിടെയാണ് നമുക്ക് സങ്കടവും വിഷമവും വേദനയും ഉള്ളത്, ആ മേഖലയെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷെ അതെന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായി നിലനിൽക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ അനുഗ്രഹം മേടിക്കുന്ന ആൾക്കാരെല്ലാവരും ഫെയ്ത്ത്ഫുള്ളാണ്. ഇപ്പോൾ ഇവിടെ വരുന്നിരിക്കുന്നത് ഫെയ്ത്ത്ഫുള്ളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഉടമ്പടി ഉഴപ്പടുണ്ട്. പക്ഷേ വെടിക്കിട്ട് വലിയ നിലവാരമുള്ള അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്ന ആൾക്കാർ ഉടമ്പടി ഉഴപ്പാതെ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഉടമ്പടി ഒന്ന് നേരെ ചൊവ്വ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കി വരാൻ ചിലപ്പോൾ 1-2 മാസം വരും. ചിലപ്പോൾ പുതുക്കി കഴിഞ്ഞ് മാത്രമേ അത് ആദ്യത്തെ ഉടമ്പടി അവരുടെ രീതികൾ കാരണം അത് ചെയ്താൽ മതിയല്ല, പ്രാർത്ഥനയല്ലേ, ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലല്ല, ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാദപ്പനിക്കാരെ പോലെ നിങ്ങൾ വിറച്ച തുള്ളിയൊക്കെ അങ്ങനെ ഇരിക്കും. പക്ഷേ ചില ആൾക്കാർ വെട്ടിക്കെട്ട് പോലെ ഉടമ്പടി എടുത്തത് ഒരു ഭാഗ്യമെന്നും പറഞ്ഞു അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും.
അതാണ് വ്യത്യാസം എന്ന് പറയണത്. ആ വ്യത്യാസം പറയുമ്പോൾ അതിന് സ്പീഡിന് നമ്മൾ കാണിക്കുന്ന ആ വിശ്വസ്തതയാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയണത്. ഉടമ്പടിയുടെ ഒരു സ്പീഡ് ടൈം ഷോർട്ടണിങ് എന്ന് ഞാൻ പറയത്തില്ലേ. ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എന്താ, അവൻ പറയണ പോലെ ചെയ്യുന്ന സ്പീഡാണ് വിഷയം. നമ്മളാണ് ഈ ടൈം ഷോർട്ട് ചെയ്യിക്കുന്നത്, അല്ല ദൈവമല്ല. ദൈവം ടൈം ഷോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ അത് നടപ്പിൽ വരുത്തണം. ചില ആൾക്കാർ പത്രവും വെച്ചിട്ട് അങ്ങനെ കണ്ടും കേട്ടും ഇതിപ്പോൾ മഴയാണല്ല, മഴ തീരട്ടെ, മഴ കഴിയുമ്പോൾ അവർക്ക് നാളെ പോകണമെന്നുണ്ട്, ഏലം നാളെ അതിന് എത്ര വീട്ടിൽ പോകണ്ടല്ല, ആ വഴിക്ക് പള്ളിയിലും പോകാം ഒക്കെ, ഇങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നിരുന്നിരുന്ന് 30 ദിവസം കൊണ്ടേ ആ പത്രം കൊടുത്ത് തീർക്കത്തുള്ളൂ. കാര്യം നമ്മൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ ചെല്ലുമ്പോൾ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കും. എല്ലാ വീടുകളിലും വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതെന്താ കാര്യത്തിൽ അവരൊക്കെ അതിനെക്കുറിച്ച് അവരുടെ കൃപയുടെ നിലവാരം കുറച്ച് കൂടുതലാണ്. മറ്റുള്ളവർക്കൊരു ഇരുട്ട് തപ്പി കളിക്കും. ഇപ്പം കൊടുക്കണ, പള്ളി കൊടുക്കണ, വീട്ടിൽ കൊടുക്കണ, അത് നാട്ടിൽ കൊടുക്കണ, അത് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലത്ത് കൊടുക്കണ, അറിഞ്ഞ സ്ഥലത്ത് കൊടുത്ത് ആൾക്കാരെന്ത് വിചാരിക്കും, ഇങ്ങനെ കുറേ ഉടായ്പൊക്കെ പറഞ്ഞങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കും. ഇതാണ് നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം. അത് നിങ്ങൾ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അവരെന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന്. അവർക്കുറിച്ച് ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ചിലരോട് പറയും, ഉടമ്പടി കൃത്യമായിട്ട് പോകുന്ന ആൾക്കോട് പറയുവേ, ഇടയ്ക്കുള്ള കാഷ്വാലിറ്റി മൈൻഡ് ചെയ്യുമെന്ന് പറയും. ഇടയ്ക്കുള്ള കാഷ്വാലിറ്റി അതെനിക്ക് കളി കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഈ ദൈവം ചില സമയത്ത് വെച്ചൊരു ടെസ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഇതിൻ്റെ അകത്ത് ഒരു മൊഡ്യൂൾ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ഇതിൻ്റെ അകത്ത് ഇതൊരു വിഷയം പോലും ആക്കരുത്, നീ മുന്നോട്ട് പോകാൻ പറയും. കാര്യം ഈ വിഷയം പോലും ആക്കരുത്, നമ്മൾ വിഷയമാക്കിയ പണിയാണ്. കാര്യം ഇവരുടെ സമയമാകുമ്പോൾ കർത്താവ് അത് സെറ്റ് ചെയ്തിരിക്കും. അതിന് നമ്മളുടെ കഴിവൊന്നും വേണ്ട. ഇവിടെ ആൾക്കാരൊക്കെ ഇത് സെറ്റ് ചെയ്യണത് അവരുടെ കഴിവ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. അല്ല, മെറിറ്റ് വെച്ചിട്ടല്ല. ഇപ്പോൾ അമ്മയോട് എന്താ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ തന്നെ ഉടമ്പടിയായി. കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇപ്പോൾ ലൂക്ക 1:28 അത് ഉടമ്പടിയാണ്. ദൈവം അമ്മയോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. എന്താണ്? കർത്താവ് നിന്നോട് കൂടെ. എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ ഒരു സംഭവം പ്രസൻസാണ്. ആദ്യം അനൗൺസ് ചെയ്യുന്ന പ്രസൻസാണ്. ഉടമ്പടിയിൽ ചെയ്യുമ്പോൾ, ഓരോ വ്യക്തികളെ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതിന് കുറേ അധികം ആദ്യം ഇപ്പം നമ്മൾ ഒരു നാട്ടിൽ റോഡ് ഒരു കറണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം വരികയാണെങ്കിൽ ആദ്യം എന്താ വരണത്, വഴി അല്ലെങ്കിൽ റോഡ് വരും അല്ലേ. എന്നിട്ടാണ് പിന്നെ വെള്ളമൊക്കെ ആ റോഡിൻ്റെ സൈഡിൽ കൂടി വെള്ളവും ഫോണൊക്കെ വരും, കേബിളൊക്കെ വരും. ആദ്യം വന്നത് എന്താ, റോഡാണ് വരണത്. വികസനത്തിൻ്റെ ആദ്യമായിട്ട് വരണത് എന്താണ്, റോഡ്. പിന്നെ അതിൻ്റെ കൂടെ എവിടെയെങ്കിലും തോടൊക്കെ ഉണ്ടെങ്കിൽ പാലം. ഇത്രയും സാധനം വന്നിട്ടാണ് പിന്നീട് കറണ്ടൊക്കെ വരണത് അല്ലെങ്കിൽ കേബിൾ വരണത്. അതിൻ്റെ സെക്കൻഡ് ഫേസിലാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം വരണത് എന്താ, പ്രസൻസാണ്. അതെപ്പോഴും അറിഞ്ഞ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം. ഉടമ്പടിയുടെ പാക്കേജിലും പ്രോമിസിലും ഉള്ളതാണ് പ്രസൻസ്. എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഇതാണ് ഈ ആൾക്കാർക്ക് ധൈര്യമൊക്കെ വരുന്നത്. പെട്ടെന്ന് ധൈര്യമൊക്കെ വരത്തില്ല ചില ആൾക്കാർക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ആ ചേട്ടത്തി എന്താ ചെയ്തിരിക്കണത്, ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഉടനെ മുഖ്യമന്ത്രിക്ക് വിളിക്കുകയാണ്. എന്താ കാര്യം, മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി വിളിച്ച്, മുഖ്യമന്ത്രി എടുക്കണില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞായിരുന്നു, കേട്ടില്ലേ? മുഖ്യമന്ത്രി എടുക്കണില്ല, വകുപ്പ് മന്ത്രിക്ക് വിളിച്ച് വകുപ്പ് മന്ത്രി എടുത്ത്. എന്താണ്, ആരാണ്? സാറേ 27 കൊല്ലമായി ഞങ്ങൾ ഇവിടെ നിരയിക്കുന്നത്, ഇത് വലിയ സമാധാനം ഉണ്ടാക്കുമോ? അതോ ഞങ്ങൾ കോടതിയിൽ പോണ? ആൾ മാറി, വിഷയം മാറി. ഇത്രയും നാൾ ഈ ധൈര്യം ഇവിടെ പോയി. അവരുടെ സ്ഥലം എടുത്ത് ഗവൺമെൻറ് 17 കൊല്ലം 27 കൊല്ലമായി 27 വീട്ടുകാർ വഴിയാധാരമായി ആ സ്ഥലം ഗവൺമെൻറ് എടുക്കണമില്ല. അവർക്ക് അവിടുന്ന് മാറി താമസിക്കാൻ പറ്റണമില്ല. കുറേ ആൾക്കാർ പെട്ട വിലക്ക് അത് വിറ്റിട്ട് താഴെ പോയി വേറെ സെൻറ്റൊക്കെ വാങ്ങിച്ച് താമസിക്കുകയാണ്. ഇവർ 6 വീടുകാരായി. ബാക്കി 27 വീട്ടിൽ 6 വീടേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ മലമുകളിൽ. അപ്പോൾ മറ്റവരൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ കാടൊക്കെ പിടിച്ച് പിന്നെയും കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് ജീവിക്കാൻ പറ്റണില്ല. ആ ഗവൺമെൻറ് എടുക്കത്തില്ല. ആ പ്രോജക്റ്റ് ഗവൺമെൻറ് ഒമിറ്റ് ചെയ്ത് അവോയ്ഡായി. അപ്പോൾ ഇവരെന്താ ചെയ്തത്, അവർ വന്ന് ഉടമ്പടി ചെയ്തു, അമ്മേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവർ നേരെ ഉടമ്പടി ചെയ്ത് വീട്ടിൽ കണ്ണൂർ താമരശ്ശേരി ചെന്ന് വെച്ച് പെട്ടെന്ന് വിളിക്കണത് മുഖ്യമന്ത്രി വിളിക്കുകയാണ്. അത്രയും നാളെ മുഖ്യമന്ത്രിയോടെ വിളിക്കണമെന്നുള്ള ചിന്ത അവിടെ നിന്ന് പോയി. അപ്പം മുഖ്യമന്ത്രി എടുത്തില്ല. ഉടനെ പറഞ്ഞ് വകുപ്പ് മന്ത്രി വിളിച്ചേ, ആരാണ് അന്ന് മണി സാറായിരുന്നു, ഉടനെ വിളിച്ചേ, സാറേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്.
അപ്പോൾ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ കോവിഡാണ്, എങ്ങനെ വരുമെന്ന് ചോദിക്കും. ഇപ്പോൾ കോവിഡാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, കാണാൻ പറ്റത്തില്ലല്ലോ, ആരെങ്കിലും വിടാൻ പറഞ്ഞു. ആരെയും വിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയർമാനെ വിളിച്ച് സെറ്റായി പറഞ്ഞ് ഗവൺമെൻറ് പ്രോജക്റ്റ് ഒഴിവാക്കിയതാണെന്ന് പറയും. അപ്പോൾ ഉടനെ പറയാം അവർ പറഞ്ഞ കേട്ടില്ലേ, അവർ കേസിന് പോകുന്നതാണ് പറയണത്. അങ്ങനെ കേസിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ജനപ്രതിനിധി രീതിയിൽ അവിടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സമാധാനം ഇപ്പോൾ ഉണ്ടാക്കണത് 3 ദിവസത്തിനുള്ളിൽ ആ സ്ഥലം വിറ്റ് മാറ്റണതാണ്. ഗവൺമെൻറ് എടുക്കുകയാണ്. 3 ലക്ഷം രൂപയ്ക്കാണ് ഗവൺമെൻറ് എഗ്രി ചെയ്തിട്ട് എടുക്കാതിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏക്കറിന് 37 ലക്ഷം രൂപ വെച്ചാണ് ഗവൺമെൻറ്. അത് വെറും ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും കാര്യം നടന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇതിനകത്ത് വരുന്ന ഈ സാക്ഷ്യത്തിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? 1, മേജർ സബ്ജക്റ്റ്, ഉടമ്പടി കൈകാര്യം ചെയ്യുന്ന ഹെവി ഡ്യൂട്ടി വിഷയങ്ങളാണ്. എൻ്റെ പേര് ജനറ്റ്, ഞാൻ പറപ്പൂര് തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മ ജിംസി. ഞങ്ങൾ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പപ്പയും മമ്മിയും ഞാനും ചേട്ടനൊക്കെ ദൈവമായിട്ട് കൂടുതൽ അടുത്ത് ഉപവസിച്ച് കുർബാനയ്ക്ക് പോയി അങ്ങനെ മുന്നോട്ട് പോരുന്ന സാഹചര്യത്തിൽ 2019 എൻ്റെ ചേട്ടന് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. അതിപ്പനെ എൻ്റെ കുടുംബത്തിൽ കുറേ മാനസികമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ കുറേ സാഹചര്യങ്ങളും പ്രതിസന്ധികളും വന്നു. ആ സമയത്ത് ചേട്ടൻ ആക്സിഡൻ്റായിട്ട് മരണപ്പെട്ടു. അത് ഉൾക്കൊള്ളാനായിട്ട് എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പപ്പ ജെറുസലേം അതുപോലെ ഗാഗുൽത്തയിലൊക്കെ ധ്യാനത്തിന് പോയിട്ട് അവിടെ മാതാവിൻ്റെ അടുത്തുള്ള പൂവ് വണ്ടിയിൽ തൂക്കിയിടും. ഓരോ മാസം കഴിയുമ്പോൾ അത് മാറ്റും. അങ്ങനെയുള്ള വണ്ടിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. പപ്പയ്ക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്ത് പിന്നെ പഠിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൈഗ്രെയിൻ തുടങ്ങി. അതായത് മാസത്തിൽ ഒരു വട്ടമായിരുന്നു എനിക്ക് തലവേദന എടുത്തിട്ട്, മാസത്തിൽ ഒരു തവണയൊക്കെ ആയിരുന്നു തലവേദനയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. പിന്നെ എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റാണ്ട്, ഞാൻ രാത്രികളിലായിരുന്നു ഇരുന്ന് പഠിക്കാറുള്ളത്, അത് പറ്റാണ്ടായി. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് പെയിൻ കില്ലർ തരാം, അതല്ലാണ്ട് അങ്ങനെ മാറുന്ന ഒരു രോഗമല്ല അത് എന്ന് പറഞ്ഞു. ഷുഗറൊക്കെ ഉള്ള പോലെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ തലവേദന എടുക്കുമ്പോൾ ഗുളിക കഴിക്കാൻ മുന്നോട്ട് പോവാം. അങ്ങനെ ഗുളിക കഴിച്ച് പിന്നെ മാസത്തിൽ ഒരു തവണ എന്നുള്ളത് ആഴ്ചയിൽ 3-4 തവണയും ദിവസത്തിൽ 1-ൽ കൂടുതൽ തവണ വരെ എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന്. ആ സാഹചര്യത്തിൽ എൻ്റെ ഒരു റിലേറ്റീവ് വീട്ടിലേക്ക് വരും. വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വെറുതെ വന്നതാണ്. ആ സമയത്ത് പഠിപ്പ് എങ്ങനെ പോകണം, അപ്പോൾ തീരെ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പെർസെൻറ്റേജ് കുറയുണ്ട്, മൈഗ്രെയിൻ ഉണ്ട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ മോള് വായോ ഒരു ഉടമ്പടി എടുക്കുക, അപ്പോൾ നിനക്ക് അതിനുള്ള വ്യത്യാസം മനസ്സിലാകുന്നു. ഞാനാണെങ്കിൽ പണ്ട് തൊട്ടേ ഈശോനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു. മാതാവിനെ മാതാവായിട്ടൊരു ഇൻറ്റിമസി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും നിൻ്റെ മാമോദിസ പേര് മേരി എന്നാണ്, മാതാവിൻ്റെ അടുത്ത് കൂടുതൽ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് തോന്നി അതിനുള്ളൊരു അവസരമായിരിക്കും എന്ന്. ഞാൻ വന്നു, അന്ന് തന്നെ ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, എൻ്റെ മൈഗ്രെയിൻ്റെ തലവേദനയുടെ ഗുളിക ഞാൻ ഇനി കഴിക്കുകയില്ല എന്ന്. പിറ്റേ ദിവസം തൊട്ട് ദിവസവും ഞാൻ പ്രാർത്ഥന ചൊല്ലണു. തൈലം നെറ്റിയിൽ വരയ്ക്കാറുണ്ട്, രാവിലെ തേൻ, വൈകുന്നേരം ഉപ്പ്, അങ്ങനെ കഴിച്ചു പോയി. അതിൽ പിന്നെ എനിക്ക് തലവേദന വന്നിട്ടേ ഇല്ല. 1.5 വർഷം വരെ ഉണ്ടായിരുന്നു മുന്നേ, ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വരെ. അതിന് ശേഷം 2 വർഷമായിട്ട് ഇപ്പോഴും എനിക്ക് തലവേദനയുടെ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ രാത്രികൾ ഉറങ്ങാതിരുന്ന് എനിക്ക് പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ ഈ മൈഗ്രെയിൻ കാരണം ഡിഗ്രിയുടെ പെർസെൻറ്റേജ് കുറഞ്ഞു, 85%. അപ്പോൾ എനിക്ക് അവിടെ തന്നെ PG പഠിക്കണം. സെൻറ്റ് തോമസിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത്. അവിടെ തന്നെ PG പഠിക്കണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ എനിക്ക് എൻ്റെ അപ്ലിക്കേഷനിൽ ഒരു മിസ്റ്റേക്ക് പ്രകാരം അത് കിട്ടില്ല. പിന്നെ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു. ക്ലാസ് തുടങ്ങി 3 മാസമാവാറായി. ഞാൻ വേറൊരു കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സ് പറയേണ്ടത് നിനക്ക് കിട്ടും, നീ പ്രാർത്ഥിക്കുക, കിട്ടാൻ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ലാസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ദിവസം കൂടി ഉള്ളൂ, അതിനുള്ളിൽ അഡ്മിഷൻ ക്ലോസ് ആവും. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എനിക്കിവിടെ തന്നെ വേണം, ഒരു വാശി പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു ഒരാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നുണ്ട്, നീ കോളേജിലൊന്ന് അന്വേഷിക്കും. കോളേജിൽ വന്നപ്പോൾ അവർ പറയണുണ്ട്, അവരത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഫാദർ ഉണ്ട്, ബിജു പാണങ്കയുടെ, ആളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എനിക്കൊരു മെറിറ്റും ഇല്ല അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ബിജു അച്ഛനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ തറവാട്ടുകാരാണ്. പക്ഷെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്നെക്കാട് പെർസെൻറ്റേജ് ഉള്ള വേറൊരു കുട്ടിയുണ്ട്, അവനാണ് സാധ്യത കൂടുതൽ, എന്തായാലും വൈകുന്നേരം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു വിട്ടു. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ വരെ എത്തിച്ചെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടാൻ ഇനി വലിയ ബുദ്ധിമുട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ജോയിൻ ചെയ്തോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ സെൻറ്റ് തോമസിൽ തന്നെ മാതാവിനോടുള്ള പ്രാർത്ഥന കാരണം എനിക്കത് കിട്ടി. എനിക്കതിൽ യാതൊരു മെറിറ്റുമില്ല. അവിടെയൊക്കെ മാനേജ്മെൻറ്റിൽ കിട്ടണമെങ്കിൽ ആരെങ്കിലും ഹോൾഡിൽ ആരെങ്കിലും സംസാരിക്കണം. എനിക്ക് മാർക്കുമില്ല, ഹോൾഡിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയും മാതാവാണ് എനിക്ക് വേണ്ടി അവിടെ സംസാരിച്ച് എനിക്ക് ആ കോഴ്സിന് അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസത്തിനുള്ളിൽ എനിക്ക് സെം എക്സാം വരിക. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു 1 മാസത്തിലുള്ളൂ, നിനക്ക് പറ്റുന്ന പോലെ പഠിക്കുക, അറ്റ്ലീസ്റ്റ് 2 എക്സാമെങ്കിലും നീ ക്ലിയർ ചെയ്യും, മറ്റേ 2 നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൽ പാസ്സാക്കാം. ഞാൻ എന്നാലും പറ്റുന്ന പോലെ 1 മാസം ഞാൻ പഠിച്ചു. ഞാൻ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു കയ്യിലൊരു കൊന്തിയും കാശുരൂപം ഉണ്ടാവും, ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. അതാണ് ഞാൻ എക്സാമിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം തുടങ്ങുക. അതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൈലം തേച്ച് അതുപോലെ തേൻ കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് പോകാറുള്ളൂ.
എക്സാമിന് എഴുതി ലാസ്റ്റത്തെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറ്റുന്ന പോലെ പഠിച്ചിട്ടാണ് പോയിക്കണേ. പക്ഷേ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചൊക്കെയപ്പോൾ എനിക്ക് ഒന്നും കിട്ടണില്ല. എനിക്ക് കരച്ചിൽ വന്നു തുടങ്ങി. ഞാൻ പഠിച്ചിട്ടുള്ള ആ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്ക് എക്സാമിൽ പാസ്സാവണം, ഒരു 60% എനിക്ക് തന്നാൽ മതി. പിന്നെ എനിക്ക് തോന്നി 60 കൂടിപ്പോയോ, എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, തരാണെങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. വീടിൻ്റെ അടുത്തൊരു അനാഥാലയമുണ്ട്, അവിടെ വീട്ടിൽ ഭക്ഷണം വെച്ച് കൊണ്ടു കൊടുക്കാം അവർക്ക് എല്ലാവർക്കും. ഞാൻ അമ്മയുടെ അടുത്തോ അപ്പൻ്റെ അടുത്തോ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് 40 പേർക്കുള്ള, അവിടെ 40 പേരുള്ള അവർക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന്. ഞാൻ ട്യൂഷൻ എടുത്തതുകൊണ്ട് ആ ഒരു വരുമാനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വീട്ടുകാർ സമ്മതിക്കും, അവർ കൂടെ നിൽക്കും, ഫുഡ് വെക്കാൻ എന്നുള്ള തരത്തിൽ അങ്ങനെ വിചാരിച്ചു. അതുപോലെ എക്സാം തുടങ്ങണ ഈ അവസാനിക്കുന്ന ദിവസം നവംബർ 22 മുതൽ റിസൾട്ട് വരുന്നവരെ, ഒരു 1-1.5 മാസത്തിനുള്ളാണ് റിസൾട്ട് വരിക. കഴിയുന്നവരെ ഞാൻ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഭക്ഷണം കഴിക്കില്ല എന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചോക്ലേറ്റ്, ഐസ്ക്രീം, അതൊക്കെ കഴിക്കാൻ. ഞാൻ മധുരം കഴിക്കില്ല. മധുരം കഴിക്കുമ്പോൾ മധുരം തോന്നുന്ന ഒരു വസ്തു ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. റിസൾട്ട് വരുന്നൊക്കെ മുപ്പാട് തന്നെ ഞാൻ ആ ശാന്തി മന്ദിരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ശാന്തി നികേതൻ, അവിടെ പോയി 40 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി ഞാനും അമ്മയും അപ്പനും കൂടി അവിടെ കൊണ്ട് കൊടുത്ത് വിളമ്പി കൊടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 58% എനിക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു 58 കുഴപ്പമില്ല, 2% അല്ലേ എന്ന് വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് സെമ്മിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇമ്പ്രൂവ് ചെയ്തിട്ട് കറക്റ്റ് ഞാൻ ചോദിച്ച 60% തന്നെ എനിക്ക് തന്ന മാതാവ് ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അമ്മ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മാമ്മ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് വീട്ടിൽ കുറേ ഷുഗറിൻ്റെ ഗുളികയുണ്ട്. അപ്പം അമ്മ എന്ത് ചെയ്യും, ആരും കാണാണ്ട് ഷുഗറിൻ്റെ കുറേ ഗുളിക എടുത്ത് കഴിക്കും. പിന്നെ അതും ചിലപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലും പറയുമ്പോഴാണ് അതറിയാം. അപ്പം ഞാൻ ഷുഗർ ഗുളിയാണ് കഴിച്ചെങ്കിൽ മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വെള്ളത്തിൽ കലക്കി അമ്മയെടുത്ത് കുടിക്കാൻ പറയും. ഒരു കുഴപ്പമുണ്ടാവില്ല പറയും. അതുപോലെ ഒരു കുഴപ്പമുണ്ടാവാറില്ല. പ്രഷറിൻ്റെ ഗുളിക അമ്മ കഴിക്കും, ഞാൻ തേൻ കൊടുക്കും, ഒന്നും ഉണ്ടാവില്ല. പലതവണ മമ്മി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒന്നും ഉണ്ടായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ ചെയ്തിട്ട് കാര്യമില്ല, ദൈവം വിചാരിക്കണം, എന്നാലും എന്തെങ്കിലും നടക്കുള്ളൂ. അതുകൊണ്ട് അമ്മ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം മുകളിലിരിക്കുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ട്, ആൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുള്ളൂ എന്ന്. അതുപോലെ ഒരു എനിക്ക് തോന്നുകയാണ് ഉടമ്പടിയുടെ ഉപ്പ് വീട്ടിലുള്ള ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കണം. ഞാൻ അന്ന് അങ്ങനെ തോന്നിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കുക ചെയ്യണേ. പിറ്റേ ദിവസം അമ്മ ചെയ്യാണ്, മമ്മി ഇങ്ങനെ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് സ്വയം വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് കലക്കി കുടിച്ച് കിടക്കുക. ആ മമ്മി ഇങ്ങനെ മയങ്ങിയ പോലെ കിടക്കുക. ഞാൻ അമ്മയുടെ അടുത്ത് കുറേ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു ഉപ്പ് കലക്കി കുടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പേടിക്കണ്ട, എനിക്കിത് ഇന്നലെ തോന്നിയിട്ട് ഞാൻ പാത്രത്തിൽ ഉപ്പിൽ മാതാവിൻ്റെ ഉപ്പാണ്, ഉടമ്പടി ഉപ്പ് ഇട്ടിക്കണം, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ അമ്മയ്ക്ക് അന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നീട് ഒരു തവണ അമ്മ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തൊരു ഫ്രണ്ടിലൊരു ചെടിയുണ്ട്. മമ്മി ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ആ ചെടി പോയിസൺ ആണെന്ന് മനസ്സിലായിട്ട് അത് കഴിക്കുകയാണ് ചെയ്യണേ. അപ്പം ഞാൻ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാനത് കണ്ടു. മമ്മീനെ തടഞ്ഞെങ്കിലും കുറച്ച് മമ്മയുടെ ഉള്ളിലേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു എന്താ പറയുക, ആ സമയത്ത് ഒന്നും മൈൻഡിൽ വന്നില്ല. ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് ഉടമ്പടി തൈലം, അതുപോലെ ഉപ്പ് മമ്മിക്ക് കൊടുത്തു, തേനും കൊടുത്തു. എന്നിട്ട് അമ്മ അടുത്ത് പറഞ്ഞു ഒരു പേടിയും പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല. പക്ഷെ മമ്മിയാണെങ്കിൽ മരിച്ച പൊക്കോട്ടെ എന്നുള്ള ഫീലിലാണ് നിൽക്കണേ. അപ്പം അമ്മാമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ഇതിലൊന്നും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നിൽക്കാത്തതുകൊണ്ട് കുറച്ച് ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അമ്മമ്മ വാശി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പപ്പയും മമ്മിയും കൂടി പോയി. എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അമ്മാമ്മ ഉള്ളതുകൊണ്ട്. അപ്പോൾ അന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഞാൻ ഉടമ്പടി ധ്യാനം കാണാത്തതുകൊണ്ട് ഒരു 7:30 സമയം അപ്പം തൊട്ട് ഞാൻ ഉടമ്പടി ധ്യാനം ഫുള്ള് മുട്ടുകുത്തി നിന്നാണ് അത് കേട്ടത്. ഞാനപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കേൾക്കേണ്ട ഇടയിൽ അമ്മ വിളിക്കും, ഒരു കുഴപ്പമില്ലാണ്ട് വിളിക്കും എന്നുള്ള ഫീലിലാണ് ഞാനിത് കേട്ടുകൊണ്ടിരിക്കണേ. ഇടയിൽ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു വയറ് കഴുകാം, അതല്ലാതെ മരുന്നൊന്നും ഞങ്ങൾക്ക് പറയാറിയില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകളെ. ആ ഉടമ്പടി കേൾക്കേണ്ട ഇടയിൽ അപ്പം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എന്തായാലും വയറ് കഴുകാൻ നിൽക്കണ്ട, വേറെ ഹോസ്പിറ്റലിലേക്ക് നേരെ കൊണ്ടുപോകാം, അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. അപ്പോഴും ഞാൻ ഉടമ്പടി ധ്യാനം പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും 2 മണിക്കൂറായി ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒരു കുഴപ്പമില്ല എന്ന് മമ്മിയെ വിളിച്ച് പറയുകയാണെങ്കിൽ 50 ദിവസം ഞാൻ ഉപവസിക്കാമെന്ന് പറഞ്ഞു. അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രം, 12 മണിക്കുള്ളിൽ വൈകുന്നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, ബാക്കി 50 ദിവസം ഞാൻ ഫുഡ് കഴിക്കാണ്ട് ഇരുന്നോളാം എന്നുള്ള രീതിയിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉടമ്പടി ധ്യാനം കണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പപ്പ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് അവിടെ വയറ് കഴുകാതിരുന്ന് നന്നായി കഴുകിയിരുന്നെങ്കിൽ ആ കെമിക്കൽസ് റിയാക്ട് ചെയ്ത് കുറച്ചും കൂടി കണ്ടീഷൻ സീരിയസ് ആയനെ, നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാമെന്ന് പറഞ്ഞു. ഒബ്സർവേഷനിൽ വെച്ച് കുറേ ടെസ്റ്റുകൾ നടത്തി. ഒന്നിലും മമ്മി കഴിച്ചതിൻ്റെ ഒരു കണ്ടൻറ്റും കാണാനുമില്ല, അതൊരു കുഴപ്പമില്ല. അപ്പോൾ അവർ വിചാരിച്ചു എന്താണാവോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമുണ്ട്, ഈശോ കേൾക്കുന്നുണ്ട്, മാതാവ് കേൾക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു ഫീല് വന്നു. അങ്ങനെ മമ്മീനെ അങ്ങോട്ട് അവിടെ നിന്ന് പോന്നു. ഒരു കുഴപ്പമില്ല, ഒരു റിസൾട്ടിലൊരു പ്രശ്നമില്ല, മമ്മി അങ്ങനെ പോന്നു. അങ്ങനെ ആ ഒരു സാഹചര്യം ഞാൻ അവിടെ നിന്ന് 50 ദിവസം ഞാൻ ഉപവസിക്കുക. അപ്പം മമ്മിക്ക് സമാധാനം കിട്ടുന്നില്ല, കാരണം എൻ്റെ മോള് ചെയ്യല്ലേ. ഒപ്പം എൻ്റെ അമ്മയും ഉപവസിച്ച് തുടങ്ങി. എൻ്റെ അമ്മ കുർബാനയ്ക്ക് പോകുന്നല്ലാതെ എൻ്റെ അമ്മയും പപ്പയും, അതല്ലാതെ ഇവർ ദൈവമായിട്ടൊരു ഇൻറ്റിമസി അവർക്കില്ല, പ്രാർത്ഥിക്കാൻ വെറുതെ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ മമ്മിയും പപ്പയും പ്രാർത്ഥനയ്ക്ക് തിരിച്ചു വന്നു തുടങ്ങി. ഒരു സെക്കൻഡ് കിട്ടിയപ്പോൾ മമ്മി ഇപ്പോൾ യൂട്യൂബ് എടുക്കുക, അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കുക, അച്ഛൻ്റെ ധ്യാനം കേൾക്കുക, അതാണ് ഇപ്പോൾ എൻ്റെ അമ്മ. അതുപോലെ അപ്പം തിരിച്ച് ധ്യാന കേന്ദ്രത്തിൽ പോയി തുടങ്ങി. അങ്ങനെ ഒരു
പണ്ടത്തെ പോലെ തിരിച്ച് മാതാവ് വഴി എനിക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ മമ്മി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സങ്കടം വരുമ്പോൾ നെഞ്ഞത്ത് അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അമ്മയ്ക്ക്. അപ്പം നെഞ്ഞത്ത് ഒരു മുഴയുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഈശോയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി തൈല് ഞാൻ മമ്മിയുടെ നെഞ്ഞത്ത് തേച്ച് കൊടുക്കാൻ, ഇത് മാറ്റണം, നാളേക്ക് രാവിലെ എണീക്കുമ്പോഴേക്കും മാറണമെന്ന് വിചാരിച്ച് ഞാൻ രാത്രി വിശ്വാസ പ്രമാണം ചൊല്ലി. മമ്മി ഉറങ്ങാണ്. മമ്മി പിന്നെ തേച്ചപ്പോൾ ഉണർന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്കിപ്പോൾ മുഴ അപ്രത്യക്ഷപ്പെട്ട് കാണുന്നത് ഫുള്ള് പോയി, ഒരു കുഴപ്പമില്ലാണ്ട്. അതുപോലെ മമ്മിയുടെ മേത്ത് ഇത്രയൊക്കെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിക ഒക്കെ കഴിച്ചിട്ട് മമ്മിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ആകെ മമ്മിയുടെ മേത്ത് കുറച്ച് ചൊറിച്ചിൽ വരാറുണ്ട്, ഒരു പാടായിട്ട്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, കുറേ മരുന്ന് കഴിച്ചു, ഒരു ഉപകാരമില്ല. ഞാൻ എന്നും വൈകുന്നേരത്ത് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ മമ്മിയുടെ നെറ്റിയത്ത് പപ്പയുടെയും അമ്മമ്മയുടെ ഒക്കെ ഉടമ്പടിത്താലും കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്. അപ്പം മമ്മി പറയും, വാവേ ഇപ്പം ഈ ചൊറിയുള്ള ഭാഗത്തും കൂടി നീ തേച്ച് തരൂ. പിന്നെ അങ്ങനെ മമ്മി തേച്ച് തുടങ്ങി. മമ്മി ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. മമ്മി അങ്ങനെ ചൊറിയുള്ള സ്ഥലത്ത് തേച്ച് തുടങ്ങി. ഒരു ദിവസം രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ചൊറിച്ചിലുള്ള അലർജിയുള്ള മകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന്. അതിൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ കുറേ അനുഭവങ്ങൾ. ഞാൻ ഉടമ്പടിയിൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഓൾറെഡി ബൈബിൾ വായിച്ചിരുന്ന കുട്ടിയായിരുന്നു. എനിക്ക് സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തുടങ്ങിയിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ തുടങ്ങി. പക്ഷേ ഇപ്പോഴും വൈകുന്നേരക്കായാലും ഉറങ്ങും, പകുതി വായിക്കും ഉറങ്ങും, എന്താ അരമണിക്കൂർ ആവാത്തേന്നുള്ളൊരു ഫീൽ ആവാറ്. പക്ഷെ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ ഞാനൊന്ന് മനസ്സറിഞ്ഞിട്ടാണ് വായിച്ചു തുടങ്ങി. അപ്പം എനിക്ക് അരമണിക്കൂർ അങ്ങനെ തോന്നി തുടങ്ങി. അത്രയും പെട്ടെന്ന് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റി തുടങ്ങി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോലെ പത്രം വീടിൻ്റെ അടുത്താണ് കൊടുക്കാറ്. അപ്പം അവർ ചോദിക്കുകയും ചെയ്യും, ഒരു മാസം കിട്ടിയില്ലെങ്കിൽ അവർ ചോദിക്കും, എന്താ മോളെ കൊണ്ടുവരാഞ്ഞേന്ന് ചോദിക്കും. പിന്നെ ഇവിടുത്തെ ഒരു കൗൺസിലർ പറഞ്ഞു, നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാതെ പുറത്തേക്ക് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ കൊടുത്തു തുടങ്ങി, അക്രൈസ്തവർക്ക് കൊടുത്തു തുടങ്ങി, ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ പോയിട്ട് ആളുകൾക്ക് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതെനിക്ക് എന്നൊരു റിലീഫായി. ഞാൻ ആദ്യം വിചാരിച്ചു അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ചിലർ മേടിച്ചിട്ട് അവരുടെ സങ്കടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയും, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പിന്നെ കുറേ പേരുടെ വീടുകളിൽ, അതായത് അവരെൻ്റെ അടുത്ത്, ഞാൻ എന്നും ഈ ഡെയിലി ബ്രെഡിൻ്റെ ധ്യാനത്തിന് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അവർക്കറിയാം ഞാൻ കൃപാസനത്തിൽ പോകാറുണ്ടെന്ന്. അവരെൻ്റെ അടുത്ത് പറയും, അവർ സങ്കടം വരുമ്പോൾ എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് പറയും, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. അവർക്കൊക്കെ മാതാവിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടു കൊടുക്കാനും ഉടമ്പടി വസ്തുക്കൾ തൈലം ഒഴിച്ച് ഉപ്പ് തേനൊക്കെ കൊടുക്കും. രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഫോട്ടോസ് ഇട്ടിട്ട് പ്രിൻ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അവർ പറയുന്നുണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കുന്നുണ്ടെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. അതുപോലെ ഞാൻ എന്നും എന്നുമില്ല, ആഴ്ചയിലെ വെള്ളിയാഴ്ചകളിൽ മിക്കതും വെള്ളിയാഴ്ച നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം കോളേജിൽ നിന്ന് ഞാൻ ശക്തനിലേക്ക് നടന്നു പോകും. അപ്പോൾ ആർക്കെങ്കിലും ഉള്ള ഫുഡ് കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് കൊണ്ടുപോകും. റോട്ടിൽ ആരെങ്കിലും ഇരിക്കണ കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും. കൂടാണ്ട് നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നിന്ന് തന്നെ 5 പൊതിച്ചോറുകൾ പാക്ക് ചെയ്തിട്ട് ബസ്സിലാണ് പോവുക. 8 മണി 9 മണി നേരത്തെ ബസ്സിൽ നല്ല തിരക്കാവും. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പിടിക്കും. അവിടെ എത്തിച്ച് ഉച്ചയ്ക്കാകുമ്പോൾ ഉപവാസമായിരിക്കും. അപ്പോൾ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിൽ പോയിട്ട് അവിടെ വയ്യാതെ ഇരിക്കുന്ന ആളുകൾക്കോ ഭക്ഷണം വേണ്ട ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് നന്നായി വളരാൻ എനിക്ക് സാധിച്ചു. പിന്നെയെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്ത സമയത്ത് കുറേ അനുഗ്രഹങ്ങളായിരുന്നു. അതായത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ പ്രതിസന്ധികൾ വന്നു തുടങ്ങി, വീട്ടിൽ പ്രശ്നങ്ങൾ, ഈ അമ്മയുടെ ഈ ഒരു ഇതൊക്കെ വന്നു തുടങ്ങി. പിന്നെ അപ്പോഴും ഞാൻ പോസിറ്റീവാണ്, എനിക്കറിയാം ഞാൻ ഉടമ്പടി എടുക്കേണ്ട, ഈശോൻ്റെ കൂടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെയാണ് ഇപ്പോൾ പ്രലോഭനങ്ങൾ വന്നു തുടങ്ങിയത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാതാവ് അങ്ങനെയൊന്നുമില്ല, നീ ഉടമ്പടിയുടെ സ്റ്റാറ്റസ് ഇടരുതെന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. മണിക്കൂറോളം പ്രസംഗിച്ചു. പക്ഷെ അതൊന്നും തന്നെ ഏൽക്കണില്ല, ഞാനത് കേൾക്കണ പോലും ഇല്ല. അതുപോലെ ഇപ്പോൾ അടുത്ത് കോളേജിലെ സാറുമാർ ഒരാൾ ദൈവമേ ഇല്ല എന്ന് എൻ്റെ അടുത്ത്, ഞാനാണെങ്കിൽ ഉടമ്പടി എടുക്കേണ്ട ഉപവാസം എടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാ പ്രാർത്ഥിക്കണേ? അങ്ങനെ കുറേ സംസാരങ്ങൾ. ആ മാഷ്മാരുടെ അടുത്തൊക്കെ എനിക്ക് ദൈവത്തെ പറ്റി പറയാനും അവരുടെ അടുത്ത് ദൈവം ഉണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കാനും കുറേ സാധിച്ചു. ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനെയൊക്കെ മാതാവിനെ പറ്റി ഈശോനെ പറ്റി പറയാൻ പറ്റുക എന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫിൽ വന്നൊരു ചേഞ്ചാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം നയിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഞാൻ ഇടയ്ക്ക് രാത്രിയൊക്കെ ഇരുന്ന് കുറേ കരയും, കുറേ സങ്കടങ്ങൾ ആലോചിച്ച് എനിക്കൊന്നും ആൻസർ ഇല്ലായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് ഏതൊരു സാഹചര്യത്തിലും എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ഫീഡ് ചെയ്ത് തരുന്ന പോലെ എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ചെയ്യണോ ആ ഇൻസ്ട്രക്ഷൻസ് കിട്ടും, ഞാൻ അതുപോലെ ചെയ്യും. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് അറിയില്ല, റീസൺ ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിനൊരു ആത്മസന്തോഷം, ദൈവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കൃപാസനത്തേക്ക് വരുന്ന സമയത്ത് 6:30 ആകുമ്പോഴേക്ക് എത്താൻ സാധ്യതയുണ്ട് ബസ്. അപ്പം അമ്മ പറയുന്നുണ്ട്, എന്താ ഭാവ എത്താത്തത്? അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയാണ്, എനിക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര സമയം കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റുകയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത്, ഞാൻ സുഹൃത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഐ ലവ് യു ജീസസ്, അതുപോലെ എൻ്റെ അമ്മേൻ്റെ ആശ്രമം, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഒരു 15 മിനിറ്റ് നീ ഇത് പറയും, അപ്പോഴേക്കും കൃപാസനം എത്തും. ഞാൻ സമയം നോക്കി 6:36 ഞാൻ ചെല്ലി തുടങ്ങിയത്. കറക്റ്റ് 6:51 ഞാൻ ജനലയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ, KSRTC ബസ്സിൽ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കൃപാസനാണ്. കറക്റ്റ് 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ എൻ്റെ മനസ്സ് തോന്നിക്കുന്നത് ശരിയാണെന്ന് തോന്നി തുടങ്ങി. അതുപോലെ എക്സാമിന് പോകുമ്പോൾ
ഞാൻ 2 തവണ പഠിച്ചാലും എനിക്ക് എഴുതാൻ പറ്റാറില്ല. ഒറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതുമ്പോൾ എനിക്ക് കിട്ടാറില്ല. വീണ്ടും ഒരു തവണ കൂടി വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് ഞാൻ രാവിലെ പറഞ്ഞു ഞാൻ അരമണിക്കൂർ എന്തായാലും ബൈബിൾ വായിക്കും, ഒരു സെൽഫ് പ്രെയർ ഉണ്ടാവും അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒന്നും കൂടി വായിച്ചു നോക്കി എക്സാം എഴുതാം. പക്ഷെ എൻ്റെ മനസ്സ് പറയണം ഇത് ചെയ്യ്. ഞാൻ എക്സാം ഹാളിലെത്തി, എനിക്കൊരു 5 മിനിറ്റും കൂടി ബാലൻസ് ഉണ്ട് പഠിക്കാൻ. എല്ലാവരും എക്സാം എഴുതി തുടങ്ങി. ഞാൻ എപ്പോഴും ആ പ്രാർത്ഥന ചൊല്ലി അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി തുടങ്ങണം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഹെഡിങ് എഴുതി, ബാക്കി എനിക്ക് എഴുതാൻ കിട്ടുന്നില്ല. ഞാൻ ഈശോൻ്റെ അടുത്തും മാധവൻ്റെ അടുത്തും പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ വായിച്ചു അരമണിക്കൂർ, ഞാൻ സെൽഫ് പ്രെയർ ചൊല്ലി, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നെ എനിക്ക് എന്നാലും എഴുതാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് തുറക്കുമ്പോൾ ഞാൻ ഒറ്റ തവണ വായിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു എക്സാമിൽ എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞ് വരിക, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. ഞാൻ കറക്റ്റാണ് കണ്ണിൽ കാണുന്നത്, അവിടെ അതുപോലെ പേസ്റ്റ് ചെയ്ത് എഴുതി വെച്ചു. അതുപോലെ റിസൾട്ട് വരുമ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അനുഭവം എനിക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ദൈവമുണ്ട്, മാതാവുണ്ട്. ഞാൻ എപ്പോഴും ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കും, എങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്തു തരണം, പ്ലീസ് ഞാൻ പാവല്ലി എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അമ്മോട് പറയും ഒന്ന് സെറ്റാക്കി തരണേ, ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണ്. അതുപോലെ വീട്ടിൽ പപ്പ മാത്രമാണ് ഇപ്പോൾ ജോലിക്ക് പോയിരുന്നത്. പപ്പയ്ക്ക് മുട്ടുവേദന, കാലുമ, വെരിക്കോസ് വേനൊക്കെ ആയിട്ട് ജോലിക്ക് പോകാനും പറ്റാണ്ടേ. അപ്പോൾ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ഒരു പൈസ ഇല്ല മുന്നോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പ്ലസ് 1 ട്യൂഷൻ എടുത്തിരുന്നു. PG ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആയപ്പോൾ പ്രൊജക്റ്റ് കാരണം ലേറ്റായി, ജൂലൈയിൽ തുടങ്ങും. അപ്പോൾ അവരൊക്കെ വേറെ കോഴ്സുകൾ തുടങ്ങി. ഞാൻ വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ എന്താ ചെയ്യുക, എനിക്കിനി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ട്യൂഷൻ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു ചിന്തിച്ചുള്ളൂ. അതുപോലെ തന്നെ പിറ്റേ ദിവസം എൻ്റെ മിസ്സ് വിളിച്ചിട്ട് പറയാണ്, നിനക്ക് കെമിസ്ട്രി ട്യൂഷൻ എടുക്കാൻ ആരെങ്കിലും അറിയും? ഞാനാണെങ്കിൽ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്, ഞാൻ ട്യൂഷൻ എടുക്കാം. അങ്ങനെ ട്യൂഷൻ എടുക്കാൻ പറ്റി. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ അനുഗ്രഹങ്ങൾ മാതാവും ഈശോയും കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ 1000 നന്ദി പറയും.